ഹായ് ഗൈസ്, മൈ നെയിം ഇസ് ബിൻഷാദ്. വെൽക്കം ടു മൈ ചാനൽ മാവറിക് ലൈഫ് സ്റ്റൈൽ. സോ ഇന്ന് നമ്മൾ ആലിയ ഭട്ട് ഫേമസ് ആക്കിയ ആലിയ ഭട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേക്ക് കഴിക്കാനാണ് പോകുന്നത്. അതും ലെറ്റോ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് കഴിച്ച ആ ഒരു മിൽക്ക് കേക്കാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞങ്ങളും ലെറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള DFC മാളിലുള്ള ഔട്ട്ലെറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ മിൽക്ക് കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇതാണ് കേട്ടോ ആ മിൽക്ക് കേക്ക്. അപ്പോൾ അതിൻ്റെ ഒപ്പം വേറെ ഏതെങ്കിലും ഒരു കേക്കും കൂടെ ഈ ലെറ്റോൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ ഉള്ള ഒരു ഹണി കേക്ക് കൂടെ മേടിച്ചു. എനിക്ക് ഹണി കേക്കും നല്ല ഇഷ്ടമുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് പറഞ്ഞത് ഇവിടുത്തെ ഹണി കേക്കും ഇത്തിരി സ്പെഷ്യൽ തന്നെയാണെന്ന്. സോ അതുകൊണ്ട് ഞങ്ങൾ ഇത് രണ്ടുമാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ പല വെറൈറ്റിയിൽ പല ഡെസേർട്ട്സ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. സോ കേക്ക് അല്ലേ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കാരണം അധിക നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. അവർ ഫോർക്കും സ്പൂണും കൊടുന്ന് തന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ മിൽക്ക് കേക്കും ഹണി കേക്കും എത്തിയിട്ടോ. മിൽക്ക് കേക്കിൽ ഇതേപോലെ ഒരു ചെറിയ പീസ് സ്ട്രോബെറി വെച്ചിട്ടും പിന്നെ ഹണി കേക്കിൽ ഇതേപോലെ ഒരു പീസ് വാൾനട്ട് ആൻഡ് റസിബെറി വെച്ചിട്ടാണ് വന്നത്. പിന്നെ മിൽക്ക് കേക്കിൻ്റെ താഴെ തന്നെ ഒരു ക്രീമി ആയിട്ട് മിൽക്ക് എന്തൊക്കെയോ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ മുക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കിടിലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പ്ലേസിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഈ കേക്കൊക്കെ നമ്മൾ മെല്ലെ കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ ലെവലൊരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിക്കുമ്പോഴും ആ ഒരു സറൗണ്ടിങ്സും എല്ലാം കൂടെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമായിരുന്നു അത്. സോ ബിലുമോന് നമ്മൾ ആ സ്ട്രോബെറി എടുത്തിട്ട് കൊടുത്തു കേട്ടോ. അവന് നല്ല ഇഷ്ടമാണ് സ്ട്രോബെറി. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബ്ലൂബെറി ഉണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. സോ അതും അവന് തന്നെ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ മിൽക്ക് കേക്ക് അവന് നല്ല ഇഷ്ടമായി കേട്ടോ. സോ അതിനുശേഷം ഞങ്ങളും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സോ അതിൻ്റെ കേക്കിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് അടിയിലുള്ള ക്രീമും കൂടെ ഒപ്പം എടുത്തിട്ട് വേണം കഴിക്കാൻ. അടിപൊളിയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അല്ല, ആലിയ പോലത്തെ ഒരു സെലിബ്രേറ്റ് ചെയ്ത് ഇത്രയും സൂപ്പറാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര മധുരം ഇല്ല, എന്നാൽ നല്ല ടേസ്റ്റ്, നല്ലൊരു മധുരം, ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഈ മിൽക്ക് കേക്ക് എന്ന് പറയുന്നത് ശരിക്കും വേർത്താണ് നമ്മൾ ബൈ ചെയ്യണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടായില്ലേ? വിലുവിന് ഇഷ്ടായില്ലേ? ഹണി കേക്ക് അത്ര വലിയ പഞ്ചില്ല. ഗുഗം പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. മറ്റേ മിൽക്ക് കേക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോ ഹണി കേക്ക് കൊള്ളൂലായിരുന്നു, പോരാ. സംഭവം ക്ലാസിക് മിൽക്ക് കേക്ക് ഒരു അടിപൊളി ആയിട്ടായിരുന്നു. പക്ഷെ ഹണി കേക്ക് അത്ര തന്നെ പോരാ. ഇനിയിപ്പോ മിൽക്ക് കേക്ക് കഴിച്ചത് കൊണ്ടാണോന്ന് അറിയില്ല, ആ ഹണി കേക്ക് അത്ര ഒരു നമുക്ക് പഞ്ചായി തോന്നിയില്ല. എനിക്ക് തോന്നുന്ന വാൾനട്ടിന്റെ ടേസ്റ്റ് ആണ് കൂടുതല്. വാൾനട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ അതിന്റെ ടേസ്റ്റ് ആണ് കൂടുതലായിട്ട് അതില് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിൽക്ക് കേക്ക് കഴിച്ചിട്ട് ഇത് കഴിച്ചോണ്ടാണ് ഒരു വലിയ ടേസ്റ്റ് ഇല്ലാത്തത് പോലെ തോന്നിയത്. കാരണം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹണി കേക്ക് കഴിച്ചു. അപ്പോ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും മിൽക്ക് കേക്കിന്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല. അത് വേറെ തന്നെ ഫ്ലേവർ ആണ് അറിയാം, പക്ഷെ ഡിഫറെന്റ് ആണ്. പക്ഷെ എന്നാലും ഹണി കേക്കും ഇതും കൂടി കമ്പയർ ചെയ്യണമെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്, മറ്റേത് അത്ര തന്നെ ടേസ്റ്റ് തോന്നുന്നില്ല. സോ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ഫ്രം ബിൻഷാദ്.